പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നോക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബിയായി ഇമ്രുൽ ഖൈസ് ഉണ്ട്. ഇമ്രുൽ ഖൈസിന്റെ ചരിത്രം പറയുമ്പോൾ ഒരു 4 വരി പദ്യം നമുക്ക് വായിക്കാൻ കഴിയും. അമുറു അലാ ജിദാരി ദിയാരി ലൈലാ ഉഖബ്ബിലു ദൽ ജിദാറ വൽ ജിദാറ വമാ ഹുബ്ബു ദിയാരി ശറഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. തന്റെ കാമുകിയായ ലൈലയുടെ വീടിനടുത്തൂടെ വരുമ്പോ മതില് കാണുമ്പോ കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ കൊടുക്കുക. ലൈലയുടെ വീട്ടിൽ നിന്ന് പട്ടി ഇറങ്ങി വരുമ്പോ ചെന്നിട്ട് പട്ടിയെ പിടിച്ച് കാലിനടിയിൽ പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് പറയാ, പട്ടി നീ എത്ര ഭാഗ്യവാനടാ, എന്റെ പെണ്ണ് ചവിട്ടിയ സ്ഥലത്ത് ചവിട്ടാൻ നിനക്ക് കിട്ടിയില്ല. ഓനതാ പറയുന്നത്. ഇവനാണ് വെള്ളിയാഴ്ച രാവിലെ സിനിമാ തിയേറ്ററിൽ പോയിട്ട് അവന്റെ വാപ്പാടെ ഫോട്ടോയൊന്നുമല്ല, അവനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ അവന്റെ മോടി ഇങ്ങനെ വലിഞ്ഞങ്ങോട്ട് കയറി മാലയൊക്കെ ഇട്ട് പാലൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് ഈ അടുത്ത് ഇങ്ങനെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുക, ഏ സച്ചിൻ, നീ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ ഞങ്ങൾ എത്രയോ ഭാഗ്യവാൻ. 3 ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാരുടെ പേരടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് ഞാൻ പറയുകയാണ്, എന്റെ പൊന്നുമക്കളെ, ആരെ മറന്നാലും പടച്ചവനെ മറക്കല്ലേ, ആരോട് കളിച്ചാലും നന്നാരോട് കളിക്കല്ലേ. നീ സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളിൽ പോയി കൈയടിച്ച് തീർക്കാനുള്ളതല്ലടാ നിന്റെ യുവത്വം. നബിദിനം വരുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയിൽ പരിപാടി സംഘടിപ്പിച്ചിട്ട് അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഏതെങ്കിലും ഒരു ദിവസം പള്ളിക്കകത്ത് വന്ന് തലകുത്തി വീണിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നുമോനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് ചെറുപ്പക്കാരുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഈ സിനിമാ താരങ്ങളല്ലടാ, മമ്മൂട്ടിയും മോഹൻലാലും അല്ലടാ, അല്ലാഹുവിന്റെ റസൂൽ എത്രയോ ചെറുപ്പക്കാരുടെ ചരിത്രം പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാ. ഒരു ചെറുപ്പക്കാരനായ സഹാബിയാ ഉമൈർ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. പ്രവാചകനോട് ഉമൈർ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്, എന്തിനാ നബിയേ കരയുന്നത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏ ഉമൈറേ, നിന്റെ പഴയ കാലമൊന്ന് ഞാൻ ഓർത്തുപോയി ഉമൈറേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരാ ഉമൈർ എന്നറിയുമോ? ആരാണ് ഉമൈർ എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ കുടുംബത്തിൽ പിറന്നവനാ, ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവനാ, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവനാ. മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നതിന് മുമ്പ് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ്. ഉമൈർ റളിയല്ലാഹു തആല അൻഹു കുതിരയുടെ മുകളിൽ അതാ വരുന്നത് കാണാൻ മദീനയിലെ പെണ്ണുങ്ങൾ വന്നിട്ട് റോഡിന്റെ ഓരത്ത് കാത്തു നിൽക്കുമായിരുന്നു. ആ ഉമൈർ റളിയല്ലാഹു തആല അൻഹുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോൾ അതാ ഒരു വസ്ത്രം ധരിച്ചിരിക്കുകയാ. 40 സ്ഥലങ്ങളിൽ കണ്ടം വെച്ച് തച്ചിരിക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. ആ ചെറുപ്പക്കാരനായ ഉമൈർ ഉണ്ടല്ലോ, അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകെ നിന്നിട്ട് ഉമൈർ ചിരിക്കുകയാ, ഉമൈർ കളിക്കുകയാ. വല്ലാത്ത സന്തോഷമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കാമുകിയും കൊണ്ട് സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളിൽ വെള്ളിയാഴ്ച ദിവസം കൈയടിക്കുമ്പോൾ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ചിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, ഉമൈറേ, എന്തിനാടാ ചിരിക്കുന്നത്, എന്തിനാടാ ചിരിക്കുന്നത്, നിന്റെ മുഖത്തെന്ത് ഇത്ര സന്തോഷമെന്ന് ചോദിക്കുമ്പോൾ അതാ ഉമൈർ പറയുന്നു, സഹാബത്തേ, അടുത്ത ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങേണ്ടത് ഞാനല്ലേ, അടുത്തതായിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങേണ്ടത് ഞാനല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടില്ലേ, ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് സ്വർഗത്തിന്റെ വാസന അടിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ കാരക്ക കടിച്ചുകൊണ്ടിരിക്കുന്ന ഉമൈറുണ്ടല്ലോ, തന്റെ കയ്യിലിരുന്ന കാരക്ക എടുത്തിട്ട് വലിച്ചെറിയുകയാ. എന്നിട്ടാ കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോയി ഷഹീദാവുകയാ. അവസാനമുണ്ടല്ലോ,
കോടീശ്വരനായ സഹാബിയുണ്ടല്ലോ, ഈ സൗന്ദര്യമുള്ള സഹാബിയുണ്ടല്ലോ, തന്റെ മയ്യത്തങ്ങോട്ട് കഫം പുതിയാരെടുക്കുമ്പോ കഫം പുതിയാ പോലും തുണി തികയുന്നില്ല. തന്റെ തലമറയ്ക്കുമ്പോ കാല് വെളിവാവുകയാ, തന്റെ കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാ. അവസാനം അതാ സഹാബത്തുണ്ടല്ലോ, ഒരു വൃക്ഷത്തിന്റെ ഇല പറിച്ചു കൊണ്ടുവന്ന് പുല്ല് പറിച്ചു കൊണ്ടുവന്ന് തന്റെ കാലങ്ങോട്ട് മറച്ചിട്ട്, എന്റെ പ്രിയമുള്ളവരെ, കൊണ്ടുപോയി കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന യുവത്വമേ, കടുവാപ്പള്ളിയിലുള്ള ചെറുപ്പക്കാരാ, ആ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലൊന്ന് കടക്കുന്നത് പോയിട്ട്, ആ സ്വർഗമൊന്ന് കാണുന്നത് പോയിട്ട്, ആ സ്വർഗമൊന്ന് ചോദിക്കുന്നത് പോയിട്ട്, 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസനയുണ്ടല്ലോ, അതൊന്ന് ശ്വസിക്കാൻ നിനക്ക് യോഗ്യതയുണ്ടോ? നിനക്ക് യോഗ്യതയുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ആലോചിക്കണം, ആ സ്വർഗത്തിന്റെ വാസനയൊന്ന് ശ്വസിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് വെറുതെ ഒന്നും സ്വർഗം കിട്ടൂലടാ, വെറുതെ ഒന്നും സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം കിട്ടാനുള്ള കാര്യം എന്താ? തന്റെ ശരീരവും തന്റെ സമ്പത്തും ദീനിന് വേണ്ടി വിൽക്കുക. വെറുതെ സ്വർഗത്തിൽ പോകാനൊന്നും പറ്റൂല. കേവലം 5 വഖത്ത് പള്ളിക്കകത്ത് വന്ന് തലകുത്തി വീണാ കിട്ടില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ വിട്ടിട്ട് നല്ല സെറ്റപ്പ് സൂപ്പർ ചെറുപ്പക്കാരായ സഹാബികളുടെ ചരിത്രം അള്ളാന്റെ റസൂൽ അങ്ങോട്ട് പഠിപ്പിച്ചുതരാ. കണ്ട് പഠിച്ചിട്ടൊന്ന് അവരൊക്കെ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കുക. അല്ലെങ്കിൽ നീ റോഡിലൂടെ ബൈക്കിൽ പോകരുത്. നിസ്കരിക്കാത്തവൻ റോഡിലൂടെ നടന്നു പോയാൽ മതി. ഇവൻ ഇനി കെട്ടിന്റെ മുകളിൽ കൂടെ നടന്നു പോയാലും വണ്ടി നിന്റെ നെഞ്ചത്തൂടെ കയറിപ്പോകും. കാരണം എന്താ? അങ്ങനെയാ നിന്റെ ജീവിതം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കണ്ടീഷൻ, മഹാനായ റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കാൻ പാടില്ല, ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കണ്ടീഷൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഏ റബിയ, സ്വർഗം വേണോ റബിയ, സ്വർഗം വേണോ റബിയ, വഅദൂ ഇദഅതമിൻതും, ഏ റബിയ, വിശ്വാസവഞ്ചന കാണിക്കല്ലേ റബിയ. മൂന്നാമത്തെ കണ്ടീഷൻ ലോകം മറിക്കണതൊന്നുമല്ല. അള്ളാന്റെ റസൂൽ പറയുന്ന വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നാളെ മഹ്ശറയിൽ കടുവാപ്പള്ളിയിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ചില മഹാന്മാര് വരുന്ന പിൻദ്വാരങ്ങളിൽ വലിയ കൊടി കുത്തി വെച്ചിട്ടുണ്ടാവും. ഇവൻ ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ കൊടിയും വെച്ചോണ്ട് വരുന്നവൻ ആരാ? അള്ളാന്റെ റസൂൽ പറയാം, അത് ചതിയന്മാരാണ്. ഇവൻ ചതിച്ചതിനനുസരിച്ച് ഇവന്റെ കൊടിയുടെ നീളം കൂടുന്ന കടുവാപ്പള്ളിയുടെ മിനാര തോറ്റുപോകും നമ്മുടെ കൊടിയുടെ മുന്നിൽ. കാരണം അത്രയ്ക്കും ചതിച്ചിട്ടുണ്ട് നമ്മള്. വിശ്വാസവഞ്ചന, കല്യാണം മുടക്കാൻ എന്തൊക്കെ പരിപാടികളാണ്. നമ്മുടെ കൊടിയുടെ നീളം വലുതായിരിക്കും. അള്ളാഹു തൗബ ചെയ്യാനുള്ള മനസ്സ് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കുടുംബജീവിതമാണല്ലോ വളരെ എളുപ്പം. ഇന്ന് ചതിക്കാൻ ഏറ്റവും എളുപ്പം കുടുംബജീവിതം. എന്റെ നാട്ടില് ഒരു കല്യാണം നടന്നീ അടുത്ത്. 101 പവനും ബെൻസ് കാറൊക്കെ ഷിഫ്റ്റ് കാറൊക്കെ കൊടുത്തിട്ട് വലിയ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഈ പെണ്ണ് ഇതെല്ലാം കൂടെ, അവൻ ബാത്റൂമിൽ കയറിയപ്പം വെളിയിൽ നിന്ന് കുറ്റി കിട്ടിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് ഒളിച്ചോടി പോയി കാമുകന്റെ കൂടെ. ഈ പെണ്ണിനോട് പത്തക്കാരി ചോദിച്ചു, എടീ, പോകണമെങ്കിൽ നിനക്കങ്ങ് ആദ്യം പൊക്കൂടായിരുന്നു, എന്തിനാ നീ ഇങ്ങനെ ഒരുത്തന്റെ ജീവിതം തകർത്തേന്? ഇപ്പൊ ഇവള് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പോയിരുന്നെങ്കിൽ കയറി പോകുന്ന വീട്ടിലൊരു നിലയും വിലയൊന്നും ഉണ്ടാകത്തില്ല. ഇതാകുമ്പോൾ 101 പവനും കാറൊക്കെ ആയിട്ട് കയറി പോകാൻ അഭിമാനമുണ്ട്. അവക്ക് ഒരുത്തന്റെ കൂടെ ഒരു ദിവസം കടന്നത് വേറെ ഒന്നും തോന്നിയില്ല. ഇതാണ് ഇന്നത്തെ ലോകം. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, തൃശ്ശൂര് കുന്നംകുളത്തിനടുത്ത് പരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് യുവസമൂഹമേ എവിടെന്ന് പറഞ്ഞിട്ടുള്ള വിഷയം ഈ മാസം 5-ാം തീയതി പ്രസംഗിക്കാൻ പോയപ്പോ ഒരു സംഘടന നടത്തിയ അവരുടെ ഒരു റിപ്പോർട്ട് കൊണ്ടുതന്നു. 64 മുസ്ലിം പെണ്ണുങ്ങളാ മുസ്ലിമിയുടെ ഒളിച്ചോടി പോയിക്കണം. 2013 64 മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടി പോയ കഥയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോവാ, നേരെ ആറ്റിങ്ങ പോവാ. ഇവിടെ പിന്നെ ആറ്റിങ്ങലിന്റെ കാര്യമൊന്നും പറയണ്ട, CD-കളൊക്കെ പിടിച്ചത് ആറ്റിങ്ങലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗ് നോക്കിയപ്പം നല്ല നല്ല പ്രസംഗത്തിന്റെ CD-കൾ പിടിച്ചത് നമ്മുടെ മക്കളൊക്കെ ആണല്ലോ. എങ്ങനെ ആകാതിരിക്കും?
ഇന്നത്തെ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ചുറ്റുപാട് അതാണല്ലോ. ഒരു പയ്യൻ, സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ പയ്യൻ കുറ്റിക്കാട്ടിൽ നിന്ന് വീടി വലിച്ചുകൊണ്ടിരിക്കുക. ഈ വീടി വലിച്ചുകൊണ്ട് നിൽക്കുന്ന പയ്യനോട് ടീച്ചർ വന്ന് ഇവന്റെ ചെവിയിൽ പിടിച്ചിട്ട് പറഞ്ഞിട്ട്, കള്ള വീടി വലിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ? ഇവൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ ചെയ്തത് തെറ്റാണ്, അത് ക്ലാസ്സിൽ വരുമ്പോ ചോദിക്കാം. ഞാനും ടീച്ചറും കൂടെ കുറ്റിക്കാട്ടിൽ നിൽക്കണമെന്ന് മറ്റാരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കും. നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കണം. ഇങ്ങനത്തെ മക്കളാ നമ്മുടെ മക്കൾ. എങ്ങനെ ആകാതിരിക്കും? വാപ്പായിക്ക് തന്റെ മകള് ഒരുത്തനെ പ്രണയിക്കുന്നു പറയുമ്പോ എന്താ ഈമാൻ! അപ്പോഴാണ് അങ്ങോട്ട് വാപ്പ വടിയൊക്കെ എടുക്കണത്. മകനൊരു കാമുകയുണ്ട്, അല്ലെങ്കിൽ മകനൊരു കാമുകയുണ്ട്, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് വാപ്പമാരൊന്നും ചിരിക്കണ്ട. കടുവാപ്പ എല്ലാവരും പ്രായമുള്ളവർ വിചാരിക്കണേ ഈ ചെറുപ്പക്കാർക്ക് മാത്രമേ പ്രണയമുള്ളെന്ന്. ഇപ്പൊ ചെറുപ്പക്കാരെ പിന്നെയും വിശ്വസിക്കാൻ, ഈ വാപ്പമാരെയെ വിശ്വസിക്കാൻ പറ്റാത്ത. കാരണം ഈ പോത്തൻകോട്, നിങ്ങളുടെ അടുത്ത പ്രദേശമാണല്ലോ പോത്തൻകോട്, ഇവിടെയുള്ളൊരു പെണ്ണൊരാളെ പ്രണയിച്ചു. കണ്ണൂരാണ് ഈ പയ്യന്റെ വീട്. ഫോണിലൂടെ പ്രണയിച്ചിട്ട് 6 മാസം നീണ്ട പ്രണയം. പ്രണയത്തിന്റെ ഒടുവില് തന്റെ കാമുകനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടുന്ന് വൈകിട്ട് പോകുന്ന 8:40 പോകുന്ന മംഗലാപുരം എക്സ്പ്രസിൽ കയറിപ്പോയി. രാവിലെ 4:45 5 മണിയായപ്പോ കണ്ണൂർ ട്രെയിൻ എത്തി. ഈ പെണ്ണ് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി. അവിടെ നിന്ന് കറങ്ങണ കണ്ടപ്പോ 19 വയസ്സേ ഉള്ളൂ. ഈ ഓട്ടോക്കാര് ഈ പെണ്ണിനോട് ചോദിച്ചു, എന്ത് മോളെ നിക്കണേ? അതൊരാളെ കാണാമെന്നെയാ. അവസാനം പോലീസിനെ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്ന് 5:45 ഈ പെണ്ണ് കറങ്ങുന്ന കണ്ട് പോലീസ് കൊണ്ടുപോയി ചോദിച്ചു, പറഞ്ഞു ഒരാളെ പ്രണയിച്ചു, കാമുകനെ കാണാൻ വന്നതാ. കൊടുത്ത നമ്പറിൽ വിളിച്ചു. അങ്ങനെ ഒരു 7 മണി ആയപ്പോ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു, 6 മാസം നീണ്ട പ്രണയത്തിൽ തന്റെ രാത്രികൾ മുഴുവനും പകലാക്കിയ കാമുകനെ കാണാൻ കസേരയിൽ ഈ പെണ്ണിങ്ങനെ ഇരിക്കുമ്പോ 62 വയസ്സുള്ള മുഹമ്മദ് കുഞ്ഞെന്ന് പറയുന്ന ഒരു വാപ്പ നടന്നു വരിക. രാത്രി മൊത്തം വാള് നടത്തിയത് പാവപ്പെട്ടവനാണ്. വാപ്പന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. പണ്ട് ചെറുപ്പക്കാർ മാത്രമേ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രണയിക്കാനും അവരുടെ ജീവിതം തൊലയ്ക്കുന്നവരെ നമ്മൾ അവരെ അടിച്ചിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. മക്കൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കും, അങ്ങനെ പ്രണയം. അത് കഴിയുമ്പോഴോ വൈകുന്നേരമാകുമ്പോ പ്രേമത്തിന്റെ ABCD അറിയാത്ത മകളുടെ കയ്യിൽ നല്ല ആൽബത്തിന്റെ CD കൊണ്ട് വാപ്പ കൊടുത്തിട്ട് പറയാ, മോളെ കണ്ടു പഠിക്കണം എങ്ങനെയാ പ്രണയിക്കേണ്ടത്. ഞാനിങ്ങനെ അടുത്തൊരു പാട്ട് കേട്ട്, പള്ളിക്കകത്താണ്, പാടാൻ പാടില്ല എങ്കിലും ഈ അടുത്ത് ഞാന് ഇങ്ങനെ ഒരു യാത്രയിൽ ഒരു ആൽബം ഒരു പങ്ങനെ ഇട്ടിരിക്കുന്ന കണ്ടപ്പം യാദൃശികമായി കാണേണ്ട വന്നു. അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത്